Hi friends, welcome back. Poco C3 എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പോക്കോ ഒരു ഫോൺ ഇറക്കുമ്പോൾ ആ ഒരു പ്രൈസിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആവും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഞാനും പല വീഡിയോകളിൽ പറഞ്ഞത് C3 വരുമ്പോഴും അവിടെ 10,000 താഴെ അത് ഒരു ഡീസൻ്റ് ആയ ഓപ്ഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ബെസ്റ്റ് ആവുക എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, പോക്കോ C3 എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 7,499 രൂപയാണ്. അപ്പോൾ 7,500 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഫോൺ എടുക്കാൻ പോകുന്ന ആൾക്കാർ, നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു നല്ല ഓപ്ഷനായിട്ട് മാറിയേക്കാം. ബട്ട് യൂസ്ഡ് റിവ്യൂസ് ഒരു പ്രധാന ഘടകമാണ്. എങ്കിലും ഇതിന്റെ സ്പെക്ക് വെച്ച് ഇത് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നോക്കാം. ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 6.53 ഇഞ്ച് വരുന്ന ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ്, HD+ ഡിസ്പ്ലേ സെറ്റപ്പിലാണ് വരുന്നത്. നോച്ച് ഡിസൈനൊക്കെ തന്നെ റിയർ സൈഡ് പ്ലാസ്റ്റിക് തന്നെയാണ്. സ്ക്വയർ കട്ട് ക്യാമറ ഷേപ്പാണ് വരുന്നത്. അതിനകത്ത് ട്രിപ്പിൾ ക്യാമറയാണ്. 13 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും മാക്രോ സെൻസറും അടങ്ങുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. ഡിസൈനൊക്കെ നോക്കിയാൽ ഒരു യൂഷ്വൽ ആയിട്ട് ആ ഒരു പ്രൈസിൽ കണ്ടുവരുന്ന നല്ല സ്റ്റൈലും ഡിസൈൻ തന്നെയാണ്. അവിടെ ആ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് അവിടുത്തെ ഒരു സ്റ്റൈലിഷ് ആയപ്പോഴത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. P2I കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത്യാവശ്യം സ്പ്ലാഷ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിസൈൻ ആസ്പെക്ട്സ്. ഓക്കെ, ഒരു നോർമലായ ഡിസൈൻ തന്നെയാണ്. ഡിസ്പ്ലേയും ഒരു നോർമലായ HD+ ഡിസ്പ്ലേ തന്നെയാണ്. 20:9 ആസ്പെക്ട് റേഷ്യോയിൽ വരുന്നുണ്ട്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ G35 എന്ന പ്രോസറാണ്. തീർച്ചയായിട്ടും നല്ലൊരു പ്രോസറാണ്. 9,000 രൂപ റേഞ്ച് തൊട്ടുകൊണ്ട് പല ഫോണിലും 9,000, 8,000 റേഞ്ചിലൊക്കെ എല്ലാ ഫോണിലും ഈ G35 എന്ന പ്രോസർ കാണാം. റിയൽമിയുടെ ഫോണുകളിൽ സ്പെഷ്യൽ ധാരാളമായിട്ട് കാണാം, അല്ലെങ്കിൽ റെഡ്മി ഫോണുകളിൽ നമുക്ക് കാണാം. ഇപ്പോൾ പോക്കോയുടെ ഈ ഫോൺ വരുമ്പോഴും ഇതിനകത്തും G35 തന്നെയാണ് വെക്കുന്നത്. 7,500 രൂപയ്ക്ക് G35 പ്രോസറുള്ള ഫോൺ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തീർന്നില്ല, ഇതിന്റെ റാമും സ്റ്റോറേജും ഇമ്പോർട്ടൻ്റ് ആണ്. 3GB റാം 32GB സ്റ്റോറേജിനാണ് ഈ പറഞ്ഞ 7,500 രൂപ. സോ ഈ ഒരു പ്രൈസിൽ ഈ ഒരു റാം ആൻഡ് വേരിയന്റ്, അതും LPDDR4X റാം തന്നെയാണ്. സോ നല്ല റാം, അതും 3GB റാം 32GB സ്റ്റോറേജ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, 2 സിം മെമ്മറി കാർഡ് ഒരേ സമയം ഉപയോഗിക്കാം, ഡുവൽ 4G വോൾട്ടി, Wi-Fi പോലുള്ള സംവിധാനങ്ങൾ, MIUI 12 തന്നെ ഔട്ട് ഓഫ് ബോക്സ് വരുന്നു. എല്ലാം കൊണ്ടും ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഒരു പ്രോസറും റാമും സ്റ്റോറേജും MIUI 12 എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് അടക്കം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ക്യാമറ ഞാൻ പറഞ്ഞു 13 മെഗാ പിക്സൽ, പിന്നെ 2 മെഗാ പിക്സൽ മാക്രോ, 2 മെഗാ പിക്സൽ ഡെപ്ത്. ഇവിടെ നമുക്ക് വലിയൊരു ക്യാമറ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കാനില്ല. നിങ്ങൾ അതിന്റെ റിവ്യൂസ് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഒരു നോർമൽ റിസൾട്ട് നമുക്ക് കിട്ടിയേക്കാം. 5 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുമാണ്. 7,500 രൂപയ്ക്ക് 5 മെഗാ പിക്സൽ തന്നെയാണ് മിക്കവാറും എല്ലാ ഫോണുകളിലും നമുക്ക് കിട്ടുക. സോ അതാണ് ഇതിന്റെ ക്യാമറ സെറ്റപ്പ്. ബാറ്ററി 5000 mAh വരുന്നതാണ്. നോർമൽ ചാർജിങ് സംവിധാനങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. സോ ഈ ഒരു ഫോണിലേക്ക് നോക്കിയാൽ ഒരു നോർമൽ ഡിസൈൻ, HD+ ഡിസ്പ്ലേ, ഒരു നല്ല ആ ഒരു പ്രൈസിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്, നല്ല ക്യാമറ, ഏറ്റവും നല്ല ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. സോ ഈ ഒരു 7,500 രൂപയ്ക്ക് ഈ ഒരു ഫോൺ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ബട്ട് ഇതിന്റെ 4GB റാം 64GB സ്റ്റോറേജിന് 9,000 രൂപയാണ് വില വരുന്നത്. 9,000 രൂപയ്ക്ക് നമുക്ക് അവിടെ നല്ല ഫോണുകൾ വേറെയുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് പരിഗണിക്കണം എന്ന് മാത്രം. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെഡ്മി 9 4GB റാം 64GB സ്റ്റോറേജിന് 9,000 രൂപ തന്നെയാണ് വരുന്നത്. G35 തന്നെയാണ് പ്രോസസ്സർ വരുന്നത്. അതിന്റെ പ്രൈസ് 9,000 ആണ്. പക്ഷെ അതിൽ ഡുവൽ ക്യാമറ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഫോണിൽ ട്രിപ്പിൾ ക്യാമറയുണ്ട്. ക്യാമറയുടെ എണ്ണത്തിലൊന്നും കാര്യമില്ല, നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഗുഡ് ആവുക എന്നുള്ളതാണ് പ്രധാന ഘടകം. അത് ഏതിലാണ് നല്ലതെന്ന് ക്യാമറ റിവ്യൂസ് കണ്ടു നോക്കി തീരുമാനിക്കാം. എന്തായാലും ഇതിനകത്ത് റെഡ്മി 9ലേക്ക് വരുമ്പോൾ ഡുവൽ ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. ജസ്റ്റ് കമ്പാരിസൺ നോക്കിയാൽ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ ആയിട്ട് നമുക്ക് പോക്കോ തന്നെയായിരിക്കും അവിടെ നിൽക്കുക. എന്നാൽ ഇവിടെ റിയൽമിയുടെ ഫോണുകൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഫോണുകളുണ്ട്. റിയൽമിയുടെ C3 ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ അത് ഒരു 3GB റാം 32GB സ്റ്റോറേജിന് തന്നെ 9,000 രൂപ വരുന്നുണ്ട്. 4GB റാമിനല്ല, 3GB റാമിന് 9,000 രൂപയുണ്ട്. സോ അവിടെ നമുക്ക് പോക്കോ തന്നെയായിരിക്കും കുറച്ചുകൂടി നല്ലത്. ബട്ട് അവിടെ വേറൊരു ഫോൺ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഈ MediaTekന്റെ പ്രോസർ ഒന്നും താല്പര്യമില്ലെങ്കിൽ റിയൽമിയുടെ നാർസോ 20 എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 665 എന്ന് പറയുന്ന കോൾകോം പ്രോസർ വെച്ചുകൊണ്ട് വരുന്ന ഒരു ഫോണാണ്. സോ ഒരുപാട് പേർക്കും കോൾകോം പ്രോസറുള്ള ഫോണുകൾ കുറച്ചുകൂടി സ്റ്റേബിളായ പെർഫോമൻസ് തരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 665 പ്രോസറുള്ള ഈ റിയൽമി നാർസോ 20 എടുത്താലും തെറ്റൊന്നും വരാനില്ല. 5000 mAh ബാറ്ററിയും കാര്യങ്ങളും ഉണ്ട്, നല്ല ഡിസൈൻ ഉണ്ട്. അതേപോലെ തന്നെ അതിലും ട്രിപ്പിൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ 8,500 3GB റാം 32GB സ്റ്റോറേജ് ആണ്. 3GB റാമേ ഉള്ളൂ, ബട്ട് അത് ഒരു നോർമൽ യൂസർക്ക് സഫീഷ്യൻ്റ് ആയിരിക്കും. കോൾകോം പ്രോസർ വേണമെന്നുള്ളവർക്ക് ഏറെക്കുറെ ഈ പോക്കോയുടെ കണ്ടുപിടിക്കാവുന്ന ഒരു ഡിസൈനും ആ പെർഫോമൻസും ഒക്കെ കിട്ടുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ കൂടിയ 8,500 റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും റിയൽമി നാർസോ 20 ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ബട്ട് 4GB റാം കൂടുതലുള്ളത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ 4GB റാം നോക്കുന്നുവെങ്കിൽ 9,000 രൂപയ്ക്ക് പോക്കോ C3 എടുക്കാവുന്നതാണ്. സോ എന്നെ സംബന്ധിച്ച് 7,500 രൂപയ്ക്ക് പോക്കോ C3 ആ പ്രൈസിലെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് തോന്നുന്നത്.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഇതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 16-ാം തീയതിയാണ്. ഫ്ലിപ്കാർട്ടിലാണ്. SBIയുടെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അതായത് അത് ഫ്ലിപ്കാർട്ടിന്റെ ഓഫർ കാലഘട്ടം, ബിഗ് ബില്യൺ ഡേ സമയമാണ് 16 തൊട്ട് 21 വരെ. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ പോക്കോ C3 വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SBI കാർഡിന്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓഫറായിട്ട് എടുക്കാൻ സാധിക്കും. സോ ഇതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് പോക്കോ C3 കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് 7500 750 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലൊരു കുറവിലായിരിക്കും പോക്കോ C3 തുടക്കത്തിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുക. 6000 ചില്ലാനം രൂപയ്ക്കായിരിക്കും ഈ 332 G35 പ്രോസറൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുക. സോ നിങ്ങൾ ആ ഒരു പ്രൈസിൽ 7000 രൂപ റേഞ്ചിലൊക്കെ ഒരു ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും നല്ല ടൈം ഈ വരുന്ന 16-ാം തീയതി തന്നെയാണ്. മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ ഇൻട്രോഡക്ടറി ഓഫറാണ് ഈ പറയുന്ന SBI കാർഡിന്റെ ഡിസ്കൗണ്ട് ഒക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. 7500 രൂപയ്ക്ക് തന്നെ വാങ്ങിക്കേണ്ടി വരും. പക്ഷേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവ്യൂസ് കണ്ട് മനസ്സിലാക്കുക. ഞാനിവിടെ ജസ്റ്റ് സ്പെക്ക് അനുസരിച്ചുകൊണ്ട് ഈ ഒരു ഓഫർ ടൈമിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഈ ഒരു ഫോൺ വന്നു എന്നുള്ളത് നിങ്ങളെ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രം പർച്ചേസ് ചെയ്യുക. ടൈം 16-ാം തീയതിയാണ്. ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയുമാണ് പോക്കോ C3 എന്ന ഫോണിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു അഭിപ്രായം. പോക്കോ X3 ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അതിന്റെ പണിയുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.